ഒരു നടി പ്രതിഫലം ചോദിച്ചതിനെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് കേട്ടോ ലാസ്റ്റ്. ഇന്ന് ഞാൻ കുറച്ച് വീക്കെൻഡ് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കണത്. അപ്പോൾ വീക്കെൻഡിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫുഡുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നും. കാരണം പിള്ളേർ നമ്മളുടെ ഒപ്പം ഉണ്ടാകുന്ന ആ ദിവസങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ തോന്നില്ല കേട്ടോ. അവരൊക്കെ ഉള്ള ദിവസം പിന്നെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ തോന്നിയാൽ അന്ന് പിന്നെ ഒരെണ്ണം ഒന്നുമല്ല കേട്ടോ, പിന്നെ കുറേ വിഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നും. അങ്ങനെ അതൊക്കെ തയ്യാറാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായി ഇവിടെ അരി ഇരിക്കണ്ട, പച്ചരി ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് പച്ചരി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമുണ്ടോ ഇത്. അപ്പോൾ അവിടെ അരി പൊടിപ്പിക്കാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം നമ്മൾക്ക് വീട് പണി നടക്കുന്ന ആ സ്ഥലത്തേക്ക് ഒന്ന് പോയിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതാണ് മില്ല്. അപ്പോൾ ഉണ്ണി അവിടെ ഇറങ്ങി കൊടുത്ത് അരി കൊണ്ടുപോയി കൊടുത്തേക്കേണ്ട. അപ്പോൾ അവിടെ വറുത്ത് പൊടിച്ചൊക്കെ തരും. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും പുട്ടിനാണോ അപ്പത്തിനാണോ ഏതിലാണെങ്കിലും അങ്ങനെ തരും. അപ്പോൾ ഞാൻ കൂടുതലും സാധാരണ ഇങ്ങനെ അപ്പത്തിനാണ് പൊടിക്കാറുള്ളൂ. അപ്പോൾ അതേ ഇവിടെ വർക്ക് എടുക്കുന്ന സ്ഥലത്ത് വന്നേക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു അവിടെ റോഡൊക്കെ വഴിയൊക്കെ നന്നാക്കണം എന്നൊക്കെ. അപ്പോൾ അത് വർക്ക് നടന്നുകൊണ്ടിരിക്കേണ്ട ഭായിമാരും ഇതൊക്കെയുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് നിന്നിട്ട് പിന്നെ വേറെ ഇന്ന് കൂടുതൽ അകത്ത് അങ്ങനെ പണിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തുള്ള പണിക്കാരും പിന്നെ ക്ലീൻ ചെയ്യണ പണികളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോന്നിട്ടാണ്. അപ്പോൾ ഇനി നമ്മളുടെ ഫുഡ് ഉണ്ടാക്കുന്ന ഇതൊക്കെ കാണണ്ടേ. അപ്പോൾ പഴം ഇരിപ്പുണ്ടായി. അപ്പോൾ പഴംപൊരി ഇതൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ കായ്പോള തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവർക്കതൊന്നും അത്ര ഇഷ്ടമുണ്ടായില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതാണല്ലോ നല്ലത്, പിള്ളേർക്ക് അവരുടേതായ ഇഷ്ടത്തിന് കൊടുക്കാം. കാരണം അവർ ചെറിയ പ്രായത്തിൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, അവരെ സ്നേഹിച്ച് ഒപ്പം നിൽക്കാം. അതൊക്കെ ഈ പ്രായത്തിൽ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം. പിന്നെ അവർ വലുതായി കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ചിലപ്പോൾ നമ്മളുടെ ഈ സ്നേഹം അവർക്ക് ആവശ്യമായിട്ട് വരില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഫുഡുകളൊന്നും അവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഈ സമയം പിള്ളേർക്കുടെ സമയമാണ്. അപ്പോൾ അവരുടെ ഒപ്പം നിന്ന് അവർ വീട്ടിലുള്ള സമയം അത്രയും അവരുടെ ഒപ്പം നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അവരെ സ്നേഹിക്കാനും ഒപ്പം നിൽക്കാനും ഒക്കെയാണ് ഞാൻ മുൻഗണന നൽകണത് കേട്ടോ. അപ്പോൾ അതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ പിള്ളേർ കുറേ വലുതായി അവരുടെ ഇഷ്ടത്തിലേക്ക് അവർ പോകും. പിന്നെ അവർ പുറത്തുനിന്ന് തന്നെ വലുതായി കഴിയുമ്പോൾ ആൺപിള്ളേരൊക്കെ ആണെങ്കിൽ അവർ കൂടുതൽ പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കാം, ആ ഒരു രീതിയിലേക്ക് ഒക്കെ മാറും. പിന്നെ അവർ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനായിട്ടോ അങ്ങനെയൊക്കെ അവർ പുറത്തൊക്കെ താമസിക്കുക ഇതൊക്കെ ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്യൂല. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമ്മളുടെ ഫുഡും നമ്മളുടെ സാമീപ്യവും ഇതൊക്കെ പിള്ളേർ മിസ് ചെയ്യുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരുപാടൊക്കെ കെട്ടിപ്പിടിച്ച് ഒരുപാട് സ്വത്തും മുതലൊക്കെ ഉണ്ടാക്കുന്നതിലൊന്നുമല്ല കേട്ടോ കാര്യം. നമ്മളുടെ ഒപ്പം നിൽക്കാൻ ആരുണ്ട്, നമ്മുടെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ വേറെ ബന്ധുക്കളാണെങ്കിലും നമ്മൾക്കൊരു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഇങ്ങനെ ഒപ്പം നിൽക്കാൻ ആരുണ്ട് എന്നതിലാണ് നമ്മളുടെ ഇതായ ഒരു വിജയവും എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. ജീവിതം എന്ന് വെച്ചാൽ എപ്പോഴും പലതരത്തിലുള്ള തിരമാലകൾ പോലെ ആയിരിക്കും എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതം. ഒരു സമയത്ത് കരച്ചിൽ സങ്കടമായിരിക്കും, പിന്നെ ഒരു സമയത്ത് സന്തോഷം, അങ്ങനെ പലതും ഇങ്ങനെ മാറി മറിഞ്ഞു വരും. പക്ഷേ അതിലെല്ലാം തരണം ചെയ്ത് പോകുക എന്നുള്ളത് എല്ലാമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ പലരും എങ്ങനെയാണെന്ന് വെച്ചാൽ പല പുഞ്ചിരിയുടെ മറവിലും ചിലപ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവാം, അവരുടെ കണ്ണുകൾ മറക്കുണ്ടാവും അവരുടെ ദുഃഖങ്ങളും ഇതൊക്കെ. പക്ഷേ അതെല്ലാം തരണം ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴാണ് ഒരു ജീവിതം പൂർണ്ണമാകുക. അപ്പോൾ ചിരിച്ച് സന്തോഷിച്ച് പ്രത്യക്ഷപ്പെടുന്നവരെ എല്ലാവരും ഹാപ്പിയിലാണ്. അവർക്ക് അല്ലെങ്കിൽ ഒരു വലിയ കാറിൽ സഞ്ചരിക്കുന്നവരെല്ലാവരും കാശുകാരാണ് എന്നുള്ള രീതി ഒന്നുമല്ല കേട്ടോ. പലരുടെയും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെയൊക്കെ ഒരുപാട് മാറ്റങ്ങളും ദുഃഖങ്ങളും വേദനകളൊക്കെ അനുഭവിച്ചിട്ട് അതെല്ലാം മൂടിയിട്ടായിരിക്കും അവരിപ്പോൾ ഒരു പുഞ്ചിരിയോടെ യാത്ര ചെയ്യുന്നതൊക്കെ. ഒരിക്കലും നമ്മൾ എന്ന വ്യക്തിയിൽ നിന്ന് വേറൊരാൾക്ക് ഒരിക്കലും ഒരു ദുഃഖം കൊടുക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം നമ്മൾക്ക് തൽക്കാലം ചിലപ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം അനുഭവപ്പെട്ടാലും പക്ഷേ ആ അനുഭവിക്കുന്ന ആളുടെ മാനസികാവസ്ഥ, അവർ ഉരുകിത്തീരുന്ന വേദന, നമ്മൾ മൂലം അവർ ഉരുകിത്തീരുന്ന വേദന, അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നെ അങ്ങനെ ഒന്നും തോന്നില്ല. ചിലപ്പോൾ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, നമ്മൾ ശത്രുവിനെ പോലെ കാണുന്നുണ്ടാവാം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ശത്രുവിനെ നമ്മൾക്ക് വിശ്വസിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒപ്പം നിന്നിട്ട് നമ്മളുടെ ശത്രു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും മുഖത്ത് നോക്കി തന്നെ നമ്മളുടെ അടുത്ത് പറയും അത് ശരിയായില്ല എന്ന്. പക്ഷെ നമ്മളുടെ അടുത്ത് സ്നേഹം നടിച്ച് ചിലവർ നമ്മളുടെ അടുത്ത് വരും. അപ്പം അവരെയാണ് നമ്മൾ ഒട്ടും വിശ്വസിക്കാൻ പാടില്ലാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് സ്നേഹം നടിച്ച് വന്ന് നമ്മളുടെ ഒപ്പം എല്ലാം ഇങ്ങനെ രീതിയിൽ നിന്നിട്ട് നമ്മളൊന്നങ്ങോട്ട് മാറുമ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മളുടെ കുറ്റം പറയാനായിരിക്കും അവരുടെ ടെൻഡൻസി കൂടുക. ഇത്തരത്തിലുള്ള ആളുകളെ ഉണ്ടാവും നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്.
പിന്നെ ആളുകളെല്ലാം പല ടൈപ്പുള്ള ആളുകളാണ്, പല ക്യാരക്ടറും പല സാഹചര്യത്തിൽ നിന്നും വരുന്ന ആളുകളും ഇതൊക്കെ ആവാം. പക്ഷെ ഒരു വീട്ടിലുള്ളവരാണെങ്കിൽ പോലും പലരും പല ക്യാരക്ടറായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഇത്ര കഠിനമായിട്ടുള്ള ഹൃദയവും ഇതൊക്കെ ആണെങ്കിലും നമ്മൾ അവരുടെ മനസ്സിലാക്കിയാൽ മതി. അവരെങ്ങനെയാണ് ഇതാണെന്ന് അവരെ മനസ്സിലാക്കി നമ്മൾ പെരുമാറുകയാണെങ്കിൽ എത്ര കഠിന ഹൃദയരെയും നമുക്ക് അലിയിച്ച് നമുക്ക് ഒപ്പം നിർത്താൻ കഴിയും കേട്ടോ. ഇപ്പോൾ ഇവിടെ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നിരുന്നിട്ട് അപ്പോൾ പിള്ളേർക്കൊക്കെ പൊരിക്കണം. അപ്പോൾ ഞാനാണ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനതാ ചെറിയ അമ്മിക്കല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ മസാലയൊക്കെ ഉള്ളിലേക്ക് ചതച്ചെടുക്കാം, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചതയ്ക്കുമ്പോൾ. അപ്പോൾ ഞാനിരുതി അപ്പോൾ ഇതിന് റൊട്ടിയുടെ ഒപ്പം കഴിക്കാനുള്ളതാണ്. അപ്പോൾ പൊരിച്ചത് മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിയാവും. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ക്രീമി ചിക്കനാക്കാൻ വേണ്ടി കുറച്ച് ക്രീമും ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ബ്രെഡായിരുന്നു ഇന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ കസൂരി മേത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് തീർന്നിരിക്കുകയായിരുന്നു. കസൂരി മേത്തിയും കൂടി ഇടുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ഉപ്പച്ചിക്കും ഉണ്ണിക്കും വേറൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, അവരതിന് പോവുകയാണ്. അപ്പോൾ ഞാനും അമ്മവും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം, പിന്നെ കുറേ സമയം വേണ്ടേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് ആലോചിച്ചപ്പോൾ അപ്പോൾ അമ്മൂന് കപ്സ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ കപ്സ ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ഇച്ചിരി ഉണ്ടാക്കാമെന്ന് കരുതി. നമ്മൾ എത്ര കുറവുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കി വരുമ്പോൾ അധികമായി പോകും കേട്ടോ. എന്നാലും കുറച്ച് കപ്സ തയ്യാറാക്കുകയാണ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക്കൊക്കെ ഇന്നലെ ചതച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അത് കാരണം എളുപ്പമായി. പിന്നെ നമ്മൾ മസാല വറുത്ത് പൊടിച്ചത് അതുണ്ട്, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഞാൻ ഇതിനകത്ത് അധികം പൊടികൾ സാധനങ്ങളൊന്നും ഇടണില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്, ബട്ടറും കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ അതിൽ ജിഞ്ചർ ഗാർലിക്, സവാള, പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കാരണം അമ്മൂന് ഒരുപാട് ഇങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ കടിക്കുന്നത് അത്ര ഇഷ്ടമല്ല, അത് കാരണം വളരെ കുറക്കാൻ കരുതി. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പൊടി, നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു വിരുന്നാരി ഇതൊക്കെ വരികയാണെങ്കിലും ഇത് നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാം പറ്റൂട്ടോ. നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ റൈസൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ല കൂടിയ റൈസ് തിരഞ്ഞെടുക്കുക, നല്ല ഇത് തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ആ റൈസിൻ്റെ ഇതുപോലെയാണ് നമ്മൾ തയ്യാറാക്കുന്ന ബിരിയാണിയുടെ ഇതും. പിന്നെ നമ്മൾ ചേർക്കുന്ന അതിലെ മസാലയുടെയൊക്കെ അളവും ഇത് എപ്പോഴും ഓവർ മസാലയൊക്കെ ആകാതിരിക്കുക. നമ്മുടെ കേരളത്തിലുള്ളവരാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളവരാണ് ഇങ്ങനെ കൂടുതൽ മസാലയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. വിദേശത്തൊന്നും ഇത്ര അധികം മസാല കഴിക്കില്ല. നമ്മളിപ്പോൾ ഒരു വർഷം നമ്മൾ ഉപയോഗിക്കുന്ന അത്രയും മസാല നമ്മളിപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ തീർത്ത് തരും. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെയൊക്കെ മസാല. നമ്മളുടെ ഓർമ്മ ബിരിയാണിക്ക് ടേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓവർ മസാല ഇട്ടിട്ടുണ്ടെങ്കിലാണ് ബിരിയാണിക്ക് ടേസ്റ്റ് വരിക, മണം വരിക എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മുടെ വയറിന് ഭയങ്കര കേടുള്ള സാധനമാണ്. ഈ ചൂടുള്ള സാധനം ഇതൊക്കെ നമുക്ക് ഈ മസാലകളൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ദോഷം ചെയ്യുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ റൈസ് ഞാൻ ഇതിലേക്ക് ഒന്നിട്ട് ഇതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കേണ്ട. അപ്പോൾ ഇനി ചൂടുവെള്ളം ഒഴിക്കണം, ഇതിലേക്ക് ഇനി പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ റൈസ് ഒന്ന് വറുത്തെടുക്കുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ അത് വിട്ട് കിടക്കും, പിന്നെ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായി ഒന്ന് വറുത്തെടുക്കുക, എന്നിട്ട് അതിലേക്ക് ചൂടായ വെള്ളം ഒഴിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ ഫ്രിഡ്ജിലിരുന്നായിരുന്നു, അതിന് കുറച്ച് വലിയ ചിക്കനും ആയിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്താൽ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക്കൊക്കെ ഇട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്കിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ, അത് കാരണം ഈ ഒരു കളറായിട്ട് വരുന്നത്. സാധാരണ മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ മുഴുവൻ മല്ലി ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡിലാവട്ടെ എന്ന് എഴുതിയിട്ടുണ്ട്, അങ്ങനെ ചെയ്ത്. ഇന്നലെ രാത്രി തുടങ്ങി സോഷ്യൽ മീഡിയയിൽ കത്തി കേൾക്കുന്ന ന്യൂസാണ് കേട്ടോ. മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞത്, ഒരു നടി യുവജനോത്സവത്തിൽ നിന്ന് വലുതായി അവർ സിനിമയിലൊക്കെ അഭിനയിച്ച് 10 കാശുണ്ടാക്കി വലിയ ആളായി ഇപ്പോൾ വന്ന വഴി മറക്കുക. അത് ഇപ്പോൾ പ്രത്യേകിച്ച് ആരോടും പറയണ്ട. പക്ഷേ ഈ മന്ത്രി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഡാൻസ് പഠിപ്പിക്കാൻ, കുട്ടികൾക്ക് യുവജനോത്സവത്തിന് ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് 5 ലക്ഷം രൂപയാണ് അവർ പ്രതിഫലം ചോദിച്ചതെന്ന്. പക്ഷേ മന്ത്രി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വളർന്നു വന്നത് യുവജനോത്സവത്തിൽ നിന്നാണ്, അവരെ വളർത്തി വലുതാക്കി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നിട്ടിപ്പോൾ ആളായി കഴിഞ്ഞപ്പോൾ അവർ 5 ലക്ഷം രൂപ ചോദിച്ചെന്ന്. ഈ യുവജനോത്സവ വേദിയിൽ എത്താം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും സാധിക്കുന്നതല്ല. അത് പരമാവധി അവരുടെ കഴിയും അവരുടെ
അതിനുവേണ്ടി എത്ര ക്യാഷ് അവർ ചിലവാക്കുന്നുണ്ടെന്നറിയോ, എത്രത്തോളം അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്നറിയോ അതിൻ്റെ പിന്നിൽ. അതൊന്നും എന്തേ ആലോചിക്കാത്തത്? അതിൻ്റെ പിന്നിൽ എത്ര കഷ്ടപ്പെട്ട, ഒടുവിൽ റിസൾട്ട് വരുമ്പോഴുണ്ട് പലരും ബോധം കെട്ട് വീഴുക വരെ ചെയ്യുന്നുണ്ട്. പിന്നെ എത്രയോ സമയമാണ് അവർ മേക്കപ്പ് ഇട്ടും ഇതൊക്കെ വീണ് തളർന്ന് വീഴുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് യുവജനോത്സവ വേദിയിൽ. അങ്ങനെ പല പ്രതിസന്ധികളും തരണം ചെയ്താണ് അവർ ഇതിലെത്തിയത്, ആ യുവജനോത്സവ വേദിയിൽ എത്തിയത്. അവിടെ നിന്ന് പിന്നെ അവർക്ക് അവസരം കിട്ടി സിനിമയിലൊക്കെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് കൊണ്ടാണ് അത് പോയത്. അതിനിപ്പോൾ അതുകൊണ്ട് അത് യുവജനോത്സവ വേദിയിൽ കേരളത്തിലെ യുവജനോത്സവ വേദിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇവിടെ പറയുന്നതെല്ലാം കേരളത്തിന് വേണ്ടി ചെയ്യണം, അനുസരിക്കണം എന്നൊക്കെ പറയുന്നതിൽ അപ്പോൾ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഓരോ സമയത്ത് നമ്മൾക്കൊരു താഴ്ന്ന നിലയിലാണെങ്കിൽ പിന്നെ അവരുടെ പദവി അനുസരിച്ച് അവരുടെ പ്രതിഫലം കൂട്ടി ചോദിച്ചിരിക്കും. അത് ഇത്ര വലിയ സംഭവമാക്കാനൊന്നുമില്ല. അവരുടെ ആ ബ്രാൻഡ് വാല്യൂ, ഇന്നത്തെ ബ്രാൻഡ് വാല്യൂ അന്നത്തെ ഇതും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ നമ്മൾ മുഖേന ഒരാൾക്ക് ഒരു അവസരം കൊടുത്തു, അയാൾ അതിൽ പിടിച്ചു കയറി അയാൾ വലിയ ആളായി. പക്ഷേ നമ്മൾ പറയുക നമ്മൾ വിചാരിക്കുന്നിടത്ത് അയാളെ എപ്പോഴും കിട്ടുക, നമ്മളുടെ വിളിപ്പുറത്ത് അയാൾ വരിക എന്നൊക്കെ നമ്മൾക്ക് ഒരിക്കലും വാശി പിടിക്കാൻ കഴിയില്ല. അത് അവരുടെ കഴിവുണ്ട്. നമ്മളും നിമിത്തം അയാൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം. പക്ഷെ എന്ന് വിചാരിച്ച ജീവിതകാലം വരെ നമ്മളുടെ അടിമയായിട്ട് നിൽക്കണം. ചിലരുണ്ട് അവരെ കൈ പിടിച്ച ആളെ മറക്കാതെ എപ്പോഴും അവരുടെ ഒരു സ്നേഹം, അത് കടമയോ അങ്ങനെയൊന്നുമല്ല. അതെല്ലാം അവരുടെ ഒരു നടിയുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. അവരുടെ ഒരു പേഴ്സണാലിറ്റിയാണ് അവർ കീപ്പ് ചെയ്യുന്നത്. വന്ന വഴി മറക്കാതെയും കൈപിടിച്ച് ഉയർത്തിയവരെ മറക്കാതെയും ഒപ്പം നിൽക്കുക എന്നുള്ളത്. ഒരാൾക്ക് ചെറിയൊരു ക്ഷീണം പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ ഉപേക്ഷിച്ച് പോകുക, അവരുടെ നല്ല സമയത്ത് മാത്രം കൂടെ നിൽക്കുക. ഇപ്പോൾ ഒരാൾ നമ്മളുടെ അടുത്ത് മിണ്ടാതെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണവും നമ്മൾക്കറിയാൻ പാടില്ലാതെ നമ്മളുടെ അടുത്ത് ഒരാൾ മിണ്ടാതെ ഇങ്ങനെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക എന്തായാലും. കാരണം അയാൾക്ക് നമ്മളുടെ ഈ ജീവിത സാഹചര്യങ്ങളോട്, നമ്മളുടെ ഈ ലൈഫിനോട് അയാൾക്ക് ഒരുപാട് അംഗീകരിക്കാൻ പറ്റാത്ത അത്രയും ദേഷ്യവും ഒരു കുശുമ്പും എന്താ പറയുക ഒരു അസൂയയും എല്ലാം ഇടകലർന്നത് കൊണ്ടാണ് പെട്ടെന്ന് അവരിങ്ങനെ നമ്മളുടെ അടുത്ത് സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും നമ്മളുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ നിൽക്കുന്നതും വിട്ടു നിൽക്കുന്നതൊക്കെ അതാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഒരുമിച്ച് നടന്നിട്ട് എന്നിട്ട് ഒടുവിൽ ആൾ കുറച്ച് ഉയർന്ന രീതിയിലാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ബന്ധം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പല കുറ്റങ്ങളായി കുറവുകളായി അയാളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ വാല്യൂ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്, വലിയ നിലയിൽ എത്തിയെന്നുള്ള ഒരു വാല്യൂ മനസ്സിലായതുകൊണ്ട് തനിക്ക് അങ്ങനെ ആകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വിലപിക്കലാണ് അവിടെ നടക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഒരു കരിക്ക് പുഡിങ് ഉണ്ടാക്കാൻ കരുതിയതാണ് കേട്ടോ. പിന്നെ അവരുടെ ഒരു സേവന മനോഭാവം, കാരണം കുട്ടികൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ ഒരു യുവജനോത്സവം എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന, കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരുപാട് പ്രാക്ടീസ് ചെയ്തൊക്കെ തിളങ്ങുന്ന ഒരു മേഖലയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സേവന മനോഭാവത്തോടുകൂടി ചെയ്യുന്ന ധാരാളം പേരുണ്ട് കേട്ടോ. പൈസ കൊടുക്കാതെ പല കാര്യങ്ങൾക്കും പോകുന്ന സിനിമാ നടന്മാരും എല്ലാവരും ഉണ്ട്, ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് പൈസ കൊടുക്കാതെ. കാരണം ഞാനിപ്പോൾ പലരും പല ക്യാരക്ടറാണല്ലോ. നമ്മളിപ്പോൾ അത് സേവനമായിട്ട് ചെയ്യണോ, അതില്ലെങ്കിൽ എൻ്റെ വാല്യൂ ഇത്രയുണ്ട്, എൻ്റെ ബ്രാൻഡ് വലുതാണ്, അപ്പോൾ എനിക്ക് ഇത്ര ഇത് ചോദിക്കണമെന്ന് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം വാങ്ങരുതെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അതല്ലാതെ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മളിപ്പോൾ നമ്മൾ തന്നെയല്ല, ഗവൺമെൻറ് ആണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ എത്രയോ കാശുകൾ മുടക്കുന്നു. ഇതിപ്പോൾ ഗവൺമെൻറ്റിന് വലിയ നേട്ടമില്ലാത്ത കാര്യമാണെന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ അത് എന്തെല്ലാം കാര്യങ്ങൾക്ക് കാശൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇതുപോലെ ആർട്ടിസ്റ്റുകൾ വൻ പ്രതിഫലം വാങ്ങുന്ന ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോകാതെ എത്രയോ നല്ല നർത്തകരും ഇതൊക്കെയുണ്ട്, അവരുടെ അടുത്ത് പോയി ഒന്ന് അന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇതിപ്പോൾ വലിയ വിഷയമാക്കാനൊന്നുമില്ല. എന്തെങ്കിലും ഇപ്പോഴും ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രസ്താവന പറയുക, പിന്നെ അതിങ്ങനെ സോഷ്യൽ മീഡിയയും ചാനലുകളും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെ